കോട്ടാശ്രമം ഇപ്പോൾ നമ്മൾ നമ്മൾ ചാലക്കുടിയിലേക്ക് പ്രവേശിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത സൈഡിൽ കാണുന്ന തിയേറ്ററിൽ ശൃംഗാരവേലൻ പ്രദർശനം തുടരുകയാണ്. വളരെ തിരക്കേറിയ ഒരു റോഡിലൂടെയാണ് നമ്മളുടെ യാത്ര ഇപ്പോൾ. ഇരിങ്ങാലക്കുടയ്ക്ക് 16 കിലോമീറ്ററാണ് സൈൻ ബോർഡ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാലക്കുടി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടി വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടെത്തുന്ന പോകുന്നുണ്ട്. ചാലക്കുടി ടൗണിലേക്ക് ഇനി വെറും 1 കിലോമീറ്റർ മാത്രമാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഇടതുവശം തിരിഞ്ഞു പോകേണ്ടതാണ്. ചാലക്കുടി ഓവർ ബ്രിഡ്ജ് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. വളരെ മനോഹരമാണ് ഇതിലുള്ള വാഹന യാത്ര. നമ്മളെ കാറുകാരൻ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. വളരെ മലയാറ്റൂർ മലനിരകളാണ് അകലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് കാണാൻ കഴിയും. മലയാറ്റൂർ മലനിരകളാണ്. മലയാറ്റൂർ മലനിരകളെ തഴുകിക്കൊണ്ട് മേഘപടലങ്ങൾ ഓടി നിറഞ്ഞിരിക്കുകയാണ്. 20 കിലോമീറ്റർ ഈ വഴിയിലൂടെ പോകുമ്പോൾ മലയാറ്റൂർ പള്ളിയിൽ ചെന്നെത്താൻ കഴിയും. ചാലക്കുടി കോടതിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. റെഡ് സിഗ്നൽ കാണിച്ചിരിക്കുകയാണ്. വണ്ടി പതിയെ സ്ലോ ആക്കുന്നു. ചിലപ്പോൾ നമ്മൾക്ക് അനുകൂലമായ രീതിയിൽ ഗ്രീൻ സിഗ്നൽ കിട്ടാൻ സാധ്യതയുണ്ട്. വണ്ടി പതുക്കെ വേഗത കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യത വളരെ കുറവാണ് ഗ്രീൻ സിഗ്നൽ കിട്ടാൻ. നമ്മൾ ചാലക്കുടി സിഗ്നലിൽ കിടക്കുകയാണ്. പറയൂ ബിനോ, ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വളരെ ബ്ലോക്കാണ്. നമ്മളുടെ അടുത്ത സൈഡിൽ ഫോർമാറ്റിക് R350 KL11 AP10 ആണ് ബെൻസിന്റെ പുതിയ വണ്ടി. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് കലാഭവൻ മണിയുടെ നാട്ടിലെ ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത്. ഒരു ചേച്ചി ഗ്ലാസിലെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. വേണമെന്ന് ചോദിച്ച് വേണ്ട എന്നുള്ള ഉത്തരങ്ങളാണ് കൂടുതലും കേട്ടുവരുന്നത്. കലാഭവൻ മണി പഠിച്ച സ്കൂളാണ് ഈ അടുത്ത സൈഡിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂൾ. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ ബ്ലോക്ക് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ഏതാനും നിമിഷങ്ങൾ. ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ട്. വാഹനങ്ങൾ ഓരോന്നായി അനങ്ങി തുടങ്ങിയിരിക്കുന്നു. ഓണടിച്ചിട്ട് കാര്യമില്ല. പുളിശ്ശേരി സാമ്പാറൊക്കെ റെക്കോർഡായിട്ടുണ്ടാവും. എന്റെ ലവറാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ ഈ കൊട്ടിയിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. എല്ലാവരും തളർന്നു കിടന്നുറങ്ങുന്ന ടൂറിസ്റ്റ് ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പളങ്കിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ മീഡിയനുകളിൽ വെള്ളയും കറുപ്പും നിറഞ്ഞ ചായങ്ങൾ പൂശുകയാണ് ബംഗാളി തൊഴിലാളികൾ. റോഡിന്റെ മധ്യഭാഗത്തായിട്ട് പുഷ്പിച്ചു നിൽക്കുന്ന ഒരുപാട് ചെടികളുടെ കൂട്ടങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. തൃശൂർ ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതാണ്. ഇത്രയും നേരം കമന്ററി തന്നുകൊണ്ടിരുന്നത് ബിനോയ് KP, കുരുന്നപ്പള്ളി ഹൗസ്, എടകര.